നിങ്ങള് ഈ മുനിസിപ്പാലിറ്റി വണ്ടി കണ്ടിട്ടില്ലേ? വേസ്റ്റ് എല്ലാം കൊണ്ടുപോകുന്നൊരു വണ്ടി. നമ്മളിൽ ചിലരൊക്കെ ചിലപ്പോൾ മുനിസിപ്പാലിറ്റി വണ്ടി പോലെയാണ് ആണെന്നേ. മൈൻഡ് സൂപ്പ് 58 ദിവസം. കാരണം നമ്മുടെ മുമ്പിൽ വന്നിട്ട് ചില ആൾക്കാർ സങ്കടങ്ങളൊക്കെ പറയും. നമ്മളത് കേൾക്കണം, കേൾക്കണം. പക്ഷെ ചില ആൾക്കാരുണ്ടല്ലോ, അതങ്ങ് മനസ്സിലേക്ക് എടുക്കും. അയ്യോ എന്റെ കൊച്ചേ, നിനക്കിത് വന്നല്ലോ, അയ്യോ നിന്റെ അമ്മയ്ക്ക് അസുഖം വന്നല്ലോ, അയ്യോ കഷ്ടായി പോയല്ലോ, നീ നല്ല കുട്ടിയായിരുന്നല്ലോ, അച്ഛന് അസുഖം വന്നല്ലോ, അയ്യോ നീ പരീക്ഷയ്ക്ക് തോറ്റുപോയോ. ഇങ്ങനെ അവരുടേതായിട്ടുള്ള എല്ലാ വിഷമങ്ങളും കേട്ട് അതിങ്ങനെ മനസ്സിലേക്ക് എടുത്ത് കണ്ണുനീര് തുടച്ച് കരഞ്ഞ്, പിന്നെ വൈകുന്നേരം അത് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഫോണിൽ കൂടെ വിളിച്ച്, പിറ്റേ ദിവസം വിളിച്ച് കുശലം ചോദിച്ച്, അങ്ങനെ മനസ്സിലേക്ക് ഈ മാലിന്യങ്ങളൊക്കെ കൊണ്ടങ്ങ് നിറയ്ക്കും. അവസാനം എന്ത് പറ്റും? നമ്മളൊരു മുനിസിപ്പാലിറ്റി വണ്ടി പോലെ ദുർഗന്ധം വമിച്ചുകൊണ്ട് നടക്കും. നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് പോലും നമുക്ക് നഷ്ടപ്പെടുന്നു എന്നറിയുന്നില്ല. ഈ കപ്പൽ ഉണ്ടാക്കിക്കണത് ഈ കടലിന്റെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കാനാ. അതങ്ങ് മുകളിലൂടെ സഞ്ചരിച്ചോ. നമ്മുടെ കപ്പലിന് ചുറ്റും കുറെ വെള്ളം ഉണ്ടെന്നേ, അതിന്റെ മുകളിലൂടെ സഞ്ചരിക്കാൻ പാടുള്ളൂ. പക്ഷെ അതിന് ഓട്ടം വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവൻ അകത്ത് കയറും. പിന്നെ എന്തുണ്ടാവുക? കപ്പൽ മുങ്ങിപ്പോകും. അപ്പൊ നമ്മൾ കപ്പലുകളാണ്. അപ്പോൾ വെള്ളത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കുക. ആരുടെയും സങ്കടങ്ങളൊക്കെ ഈ ഓട്ടയിട്ട് അതിലൂടെ വെള്ളം കയറ്റി വിട്ടാൽ നമ്മൾ മുങ്ങിപ്പോകും, താങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റി വണ്ടി ആകരുത്, തുളയുള്ള കപ്പലുമാകരുത്. കേട്ടല്ല? മനസ്സിലായില്ല? അപ്പൊ ശരി.